ഹായ് ബഡീസ്, നമുക്കിതൊന്ന് അപ്സൈക്കിൾ ചെയ്താലോ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ ഞാൻ അക്വേറിയം കണ്ടു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി എനിക്കും ഒരു അക്വേറിയം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു അക്വേറിയം സെറ്റാക്കാം. ആദ്യം ഇത് മൊത്തം ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം. കൈമൊത്തം കറുത്തിരിക്കണ കണ്ടില്ലേ? ഞാൻ ഭയങ്കരമായിട്ട് പറമ്പ് ക്ലീനിങ് ആയിരുന്നു. ഇപ്പം ചിലപ്പോഴൊക്കെ എൻ്റെ റിഫ്ലക്ഷൻ കാണുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കും, ആരാ മനസ്സിലായില്ലല്ലോ. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പോൾ പറമ്പൊക്കെ അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണീശുവിൻ്റെ പറമ്പ് കണ്ടങ്ങ് ഞെട്ടിത്തരിക്കണം. അന്തമാതിരി ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ വ്ലോഗ് ഉടനെ ഇടാം കേട്ടോ. അപ്പം നമ്മൾ എവിടെയായിരുന്നു? അപ്പം നമുക്ക് ഈ കുപ്പി ഒന്ന് ഉണക്കാൻ വയ്ക്കാം. ഇന്ന് എന്തായാലും നല്ല വെയിലുണ്ട്. നെഞ്ചും വിരിച്ചിരിക്കുക സൂര്യഭഗവാൻ. സൂര്യഭഗവാനേ, എൻ്റെ ഈ കുപ്പി പെട്ടെന്നൊന്ന് ഉണക്കി തരണേ. അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണങ്ങി കിട്ടി. ഇതാണ് എൻ്റെ കുപ്പി, ഇതാണ് എൻ്റെ കളേഴ്സ്, ഇതാണ് എൻ്റെ ബ്രഷ്, അതായിരിക്കുന്നു എൻ്റെ വാട്ടർ. അക്വേറിയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിനി മീനുകളെ വളർത്തണം, അതിനെ പൊന്നുപോലെ നോക്കണം, ടൈമിന് ഫുഡ് കൊടുക്കുക. പിന്നെ ഈ മീനുകൾ തമ്മിൽ അടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യുക. എന്തൊക്കെ പണിയാണെന്നറിയോ? ജോക്സ് അപ്പാർട്ട്, നമ്മളൊരു പ്രാണീനെ വളർത്തുകയാണെങ്കിൽ അതിനെ പൊന്നുപോലെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അപ്പോൾ എന്താണ് ഐഡിയ എന്നുള്ളത് പോകെ പോകെ പറഞ്ഞുതരാം കേട്ടോ. പക്ഷേ ഇതായിരിക്കും വേൾഡ്സ് ബെസ്റ്റ് അക്വേറിയം, അത് ഞാൻ പ്രോമിസ് ചെയ്യാം. അപ്പോൾ ഈ കുപ്പിയുടെ ബോട്ടം പാർട്ടിൽ നമുക്കിങ്ങനെ പെയിൻറ്റ് ചെയ്യാം. ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്നെ പോലെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടാറുണ്ടോ? മൂളിപ്പാട്ട് പാടുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, പുണ്യം കിട്ടും. ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പുണ്യം കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഈ ചാനലിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇതൊരു ചെറിയ ചാനലാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് അത്രമേൽ വിലപ്പെട്ടതാണ്. പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ? ഇപ്പോഴാണ് എൻ്റെ മനസ്സിൽ വേറൊരു ഐഡിയ തോന്നണേ. എന്താ വെച്ചാലേ, നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു പാട്ട്, ആ പാട്ട് എൻ്റെ വീഡിയോയിൽ ഞാനിങ്ങനെ അതിൻ്റെ ഒരു മൂളിപ്പാട്ട് പോലെ പാടുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? നല്ല രസം ഉണ്ടാവില്ലേ? അങ്ങനെ ഏതെങ്കിലും പാട്ട് ഞാൻ പാടണമെങ്കിൽ ദയവ് ഇത് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അങ്ങനെ ബോട്ടം പാട്ട് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രീൻ പെയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ എന്താ ഞാൻ ചെയ്യാൻ പോണേന്നുള്ളത് ഏകദേശം ക്ലൂ കിട്ടിയ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടൊന്ന് പറയണേ. അപ്പോൾ ഗ്രീൻ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ സ്ട്രോക്ക് വരയ്ക്കുക. വരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന്. പക്ഷെ വരച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സംഭവം സിമ്പിളാണെന്ന്. ഈ പ്ലാന്റ്സിൻ്റെ കൂടെ യെല്ലോ കളർ, പേർപ്പിൾ കളറിലുള്ള പ്ലാന്റ്സും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സ്പേസും കുറവാണ്. പിന്നെ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തികേടാവാനുള്ളൊരു ചാൻസും കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ചുറ്റും ഈ ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റോഡിനടുത്താണ് വീട്. അപ്പോൾ ഒരു വോയിസിൻ്റെ ഇടയിലായിരിക്കും കീന്ന് പറഞ്ഞിട്ടൊരു വണ്ടി. ഓ ഗോഡ്. പിന്നെ വീണ്ടും ഡിലീറ്റ് ചെയ്യും, പിന്നെ വീണ്ടും എടുക്കും. അത്രയും കഷ്ടപ്പെട്ടാണ് ഗായ്സ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ കഷ്ടപ്പാടിന് ഒരു ലൈക്ക്. പിന്നെ ഈ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആ പെയിൻറ്റിൻ്റെ ഡപ്പയിൽ നിന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. വാട്ടറൊന്നും മിക്സ് ചെയ്യണ്ട. വാട്ടർ മിക്സ് ചെയ്തില്ലെങ്കിലും ഈ ഒരു പാറ്റേണിൽ നമുക്ക് കിട്ടും. നമുക്കിവിടെ വെറൈറ്റിക്ക് ഒരു വളഞ്ഞ ഒരു നീളമുള്ള ചെടി വയ്ക്കാം. എന്തായാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടില്ലേ?
ഐഡിയ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവന്നപ്പം ഇത്രയും മനോഹരമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇതിൻ്റെ ഫൈനൽ റിസൾട്ടൊക്കെ ആലോചിച്ചിട്ട് ഞാൻ വെരി എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഈ പ്ലാൻസ് മൊത്തം വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആരെയാണ് വരയ്ക്കേണ്ടത്? ഇനി മീൻകുട്ടന്മാരെ. ഞാനിവിടെ യെല്ലോ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. യെല്ലോ പെയിൻ്റുള്ള മീൻകുട്ടന്മാരെയാണ് അടിച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് യെല്ലോ. എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നതാണ് യെല്ലോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, എവിടെ പോയാലും യെല്ലോ ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ചെറുപ്പത്തിൽ എൻ്റെ ഫേവറേറ്റ് കളർ റെഡും പിന്നെ ബ്ലൂവും പിന്നെ ഡാർക്ക് ഗ്രീനായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ഡാർക്ക് കളേഴ്സ് ഇഷ്ടമല്ല. പേസ്റ്റൽ കളേഴ്സ്, എക്സ്പെഷ്യലി യെല്ലോ ആൻഡ് വൈറ്റാണ് ഇഷ്ടം. ഈ ഗോൾഡൻ യെല്ലോ, പലതരം യെല്ലോസിന് ഭയങ്കര ഇഷ്ടമാണ്. പലതരം ഡിസൈൻസിലുള്ള ഫിഷ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ കുഞ്ഞി കുപ്പിയിൽ കൊണ്ടുവരാമെന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. പിന്നെ അത് എത്രത്തോളം സക്സസ് ആവുമെന്നും കൂടി പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം വളരെ സിമ്പിളുമാണ്, പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. ഓക്കെ, നമുക്കെന്നാൽ ഇനി ഈ മീനുകൾക്ക് പേരിട്ടാലോ? ഞാൻ ഈ വരയ്ക്കുന്ന മീനിൻ്റെ പേരാണ് മിസ്റ്റർ തങ്കപ്പൻ മീൻ. കണ്ടോ, നല്ല എടുപ്പോടെ നിൽക്കണ ആൾ, മിസ്റ്റർ തങ്കപ്പൻ മീൻ. ഹോ 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 ഹു ഹു ഹു. ഇനി ആരെയാണ് വേണ്ട മിസ്റ്റർ തങ്കപ്പന്? മിസ്സസ് തങ്കമ്മ. ഓക്കെ, നമുക്കിനി തങ്കമ്മേനെ വരച്ചാലോ? തങ്കമ്മ എന്നാൽ എവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ തങ്കപ്പന് സങ്കടമാവില്ലേ? പെറ്റ്സിന് ഇതുപോലെ അടിപൊളി പേരിടുന്നതാണ് എൻ്റെ ഒരു ഹോബി. ഇതെൻ്റെ വെർച്വൽ പെറ്റാണ്, എന്നാലും ഇരിക്കട്ടെ ഒരു പേര്. എനിക്കൊരു പൂച്ച പെറ്റുണ്ട് കേട്ടോ. ആ പൂച്ചയുടെ പേരാണ് ചുങ്കിടിപ്പൂച്ച. ഞാനെടുത്ത് വളർത്തിയതൊന്നുമല്ല, അവർ തന്നെ ഇതെൻ്റെ വീടാണെന്ന രീതിയിൽ കയറി താമസിക്കുകയാണ്. ഭാര്യയും ഭർത്താവും പിന്നെ ഒരു കുട്ടിയും. പിന്നെ ഞാൻ അവരെ അങ്ങ് ഏറ്റെടുത്തു. ഇപ്പം നമ്മൾ വരയ്ക്കാൻ പോകുന്നതാണ് തങ്കപ്പൻ്റെ ഉമ്മമ്മ. ഇതൊക്കെ ഒരു തമാശയ്ക്ക് പറയുന്നതാണേ. ആർക്കെങ്കിലും ഹേർട്ടായി കഴിഞ്ഞാൽ ഐ എം സോറി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് റെഡ് ഫിഷസ് വരയ്ക്കാം. പിന്നെ ഇങ്ങനെ കുട്ടി കുട്ടി ഫിഷ് വരയ്ക്കുന്നതാണ് ഒരു ഭംഗി. വലിയ ഫിഷസ് വരച്ച് കഴിഞ്ഞാൽ ഈ ഇത് കണ്ടോ, സ്പേസ് കുറവല്ലേ, അപ്പോൾ ഒരു വൃത്തികേടാവാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ തോന്നൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ വേസ്റ്റായിട്ട് ഏതെങ്കിലും കുപ്പികൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, പൊട്ടാത്ത കുപ്പികളാണ് കേട്ടോ, അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് നോക്കൂ, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇനി നമുക്കിവിടെ ഒരു കുഞ്ഞ് റെഡ് ഫിഷ് വരയ്ക്കാം കേട്ടോ. ഈ അറ്റത്താണ് വരച്ചിരിക്കുന്നത്. ഈശ്വര, വാലൊക്കെ ശരിയാവോ എന്ന് എനിക്കൊരു ഡൗട്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കുഞ്ഞ് റെഡ് ഫിഷസ് വരച്ചിട്ടുണ്ട്. പിങ്കായിരുന്നു ആഗ്രഹിച്ചത്, പക്ഷേ ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ ഓറഞ്ചാണ് ഉദ്ദേശിച്ചത്, പക്ഷെ കളറെല്ലാം മിക്സ് ചെയ്തപ്പോൾ ഏകദേശം ഒരു ആഷ് കളറായിട്ട് വന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. റെഡിനോടും യെല്ലോനോടും ഇടിച്ച് നിൽക്കാൻ ഈ ആഷ് കളർ കുട്ടപ്പൻ ഫിഷാണ് അടിപൊളി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത്? റെഡാണോ, യെല്ലോ ആണോ, ആഷ് ആണോ? എനിക്കിവരെ 3 പേരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിവിടെ 5-6 ആഷ് കളർ കുട്ടപ്പന്മാരെ കൂടെ ഇടയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. റെഡിൻ്റെയും യെല്ലോൻ്റെ ഇടയിൽ. റെഡും ആഷും യെല്ലോയും കൂടി ഒരുമിച്ച് കാണാൻ എന്താ ചെയ്യലല്ലേ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഈ ബാക്ക് സൈഡിൽ വരച്ച് വയ്ക്കുന്നത്. ഈ ഫ്രണ്ടിലൂടെ കാണുമ്പോൾ ഉള്ള വ്യൂ നല്ല രസമുണ്ട്. പിന്നെ ഈ സൂര്യൻ്റെ വെളിച്ചം തട്ടി ഇതിലുണ്ടാക്കുന്ന ആ ഒരു റിഫ്ലക്ഷൻ ഭയങ്കര രസമാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയാണിത്. ഇനി ഞാനിവിടെ ഫിഷിന് കണ്ണാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
കണ്ണ് മാത്രമേ വരയ്ക്കണുള്ളൂ. ബാക്കിയുള്ളത് വരച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതൊരു രസം ഉണ്ടാവുമെന്ന് കേട്ടോ. അങ്ങനെ നമുക്ക് കണ്ണ് വരയ്ക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ഫിഷിനും കണ്ണ് വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വൈറ്റ് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ആഷ് കുട്ടപ്പന് വിഷമമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഒരു റെഡ് ഫിഷിനും പിന്നെ വേറൊരു റെഡ് ഫിഷിനും കണ്ണിൽ വൈറ്റാണ് വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിവിടെ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ബബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഫിഷിനും ഇങ്ങനെ ബബിൾസ് പോകുന്ന രീതിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ എനിക്ക് ഈ ത്രെഡ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് വേറൊരു ഐഡിയയും കൂടി കിട്ടി. ഫെവിക്കോൾ വെച്ചിട്ട് ഈ ബോട്ടിലിൻ്റെ മേളിലും താഴെയും ഞാൻ ഇത് വെച്ചിട്ട് ഒട്ടിച്ചു. വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ആക്രിലിക് പെയിൻറ്റ്, ഗോൾഡൻ ആക്രിലിക് പെയിൻ്റാണ്, അത് യൂസ് ചെയ്തിട്ട് ഇത് ചുറ്റും ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ചരടിൻ്റെ മാത്രം കളറാണെങ്കിൽ അതത്ര രസം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതൊരു ഗോൾഡൻ കളർ പെയിൻറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് എടുപ്പുണ്ടാവും. ഭയങ്കര ഡീപ്പായിട്ടല്ല അടിക്കണത്, ജസ്റ്റ് ആ ഫ്രണ്ടിൽ മാത്രം ഒരു റഫായിട്ടൊന്ന് വരയ്ക്കുന്നേ ഉള്ളൂ ഞാനിവിടെ. പിന്നെ ഞാനിവിടെ വേറൊരു കാര്യം പറയാൻ മറന്നു. ഈ ത്രെഡ് ഉണ്ടല്ലോ, നമ്മൾ ഫെവിക്കോൾ വെച്ച് ഈ കുപ്പിയുടെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ നാരുകളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെവിക്കോളിൻ്റെ പശയിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങ് സെറ്റായി നിൽക്കും. പിന്നെ ഈ പെയിൻ്റ് അടിക്കേണ്ടത് ഇത് ശരിക്കും നന്നായിട്ട് ഉണങ്ങിയിട്ടേ ഇത് പെയിൻ്റ് അടിക്കാവുള്ളൂ കേട്ടോ. ഈ ബോട്ടം പാർട്ടിലും കൂടി ഈ ത്രെഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ആക്രിലിക് പെയിൻ്റ് അടിച്ചപ്പം കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ഈ താഴെ എനിക്ക് ഈ ത്രെഡ് ഇല്ലായിരുന്നെങ്കിൽ ഒരു ലുക്കില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അക്വേറിയത്തിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇനി നമുക്കിതിൽ ലൈറ്റ്സ് യൂസ് ചെയ്യാം. ഇപ്പോഴല്ലേ എൻ്റെ ലുക്ക് കിടുക്കാച്ചയായത്. നല്ല രസമുണ്ടല്ലേ, ഒരു ഫെയറി ലാൻഡ് പോലെ ഉണ്ടല്ലേ. ചെറുപ്പത്തിലൊക്കെ ഈ കാർട്ടൂൺസൊക്കെ കണ്ടിട്ട് ആകെ ഇൻസ്പയർഡായിട്ട് ഞാനിങ്ങനെ വിചാരിക്കും എനിക്കും ഇങ്ങനെ ഫെയറി ലാൻഡിൽ നിൽക്കണമെന്ന്. ഇപ്പോൾ കണ്ടോ, ഞാനിങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നതും ഏകദേശം ഈ ഫെയറി ടെയിലിൻ്റെ ഒരു തീമിലാണ് ചെയ്യണത്. ആൻഡ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇതുപോലെ കിടുക്കാച്ചി അപ്സൈക്ലിംഗ് വീഡിയോസിൻ്റെ ഐഡിയാസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നുള്ളൂ കേട്ടോ.